SIR-മായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചു. ഓൺലൈനായാണ് യോഗം ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള SIR നടപടികളിൽ തുടർ നീക്കങ്ങൾ എന്ത് വേണമെന്ന് യോഗം തീരുമാനിക്കും. വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതും സർവകക്ഷി യോഗ തീരുമാനപ്രകാരം ആകും. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഏറ്റവും നിർണായകമായ ഒരു യോഗമായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നത്. ഈ യോഗത്തിൽ ഉരുതിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ. അജി, എന്തായാലും ഓൺലൈനായി ചേർന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്ന അത് തടയുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗമാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഓൺലൈനായി ചേർന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. നേരത്തെ തന്നെ സർവകക്ഷി യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഘട്ടത്തിൽ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപ്പിലാക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതേ അഭിപ്രായം സർവകക്ഷി യോഗത്തിലും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് മുൻ പോകണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആലോചന നടന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് അല്പസമയത്തിന് മുമ്പ് അവസാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കോടതിയെ സമീപിക്കുന്നത് ഏത് തലത്തിലായിരിക്കും? അക്കാര്യം വല്ലതും ലഭിച്ചിട്ടുണ്ടോ? സൂചന വല്ലതും ലഭിച്ചിട്ടുണ്ടോ വിജിൻ? നിലവിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ആലോചനയാണ് നടന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ആ ആലോചന ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. തീവ്ര നിലപാട് തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെയും ഒപ്പം തന്നെ ഭരണപക്ഷത്തെയും കക്ഷികളുടെയും ഒക്കെ അഭിപ്രായമായി ഉണ്ടായിരുന്നത്. BJP മാത്രമാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും യോഗം അവസാനിച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. അജി.